നമസ്കാരം. ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നതും തെല്ല് സന്തോഷിപ്പിക്കുന്നതുമായ വിവരങ്ങളുടെ ഒരു ശേഖരം തന്നെ ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും വരുന്നു. ആദ്യം ഇന്ത്യയെ ആശ്വസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ഉദ്ദീപിപ്പിക്കുന്ന, നമ്മുടെ നിലപാടുകളെ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു സമീപനം. അത് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദറിന്റെ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ യഥാർത്ഥത്തിൽ തികച്ചും ബൈലാറ്ററൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നിർത്തിവെച്ചത്. ഇത് പറയുന്നത് മറ്റാരുമല്ല, പ്രധാനമന്ത്രിയല്ല, ആർമി ചീഫ് അല്ല, മറിച്ച് വിദേശകാര്യമന്ത്രിയാണ്. അദ്ദേഹം ഡയറക്ട്ലി ഇൻവോൾവ് ആണ്. അൽ ജസീറ ടെലിവിഷന് വേണ്ടിയുള്ള ഒരു അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം ഇഷാഖ് ദർ പറഞ്ഞത് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് നിരന്തരം സമ്മർദ്ദമുണ്ടായിരുന്നു. അത് വസ്തുതയാണ്. ഡൊണാൾഡ് ട്രംപ് സമ്മർദ്ദം ചെലുത്തി. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പല പ്രാവശ്യം പാക് ലീഡർഷിപ്പുമായി സംസാരിച്ചു. അപ്പോൾ പാകിസ്ഥാൻ തേർഡ് പാർട്ടി മീഡിയേഷൻ, അമേരിക്കയുടെ മധ്യസ്ഥത ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു. ഇന്ത്യ തയ്യാറല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ ആദ്യമായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വ്യക്തമായ നിലപാടോടുകൂടി ഒരാൾ പറയുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ഷഹബാസ് ഷെരീഫ്, പാകിസ്ഥാന്റെ മിലിറ്ററി ജനറൽ അസിം മുനീർ, ഫീൽഡ് മാർഷൽ അസിം മുനീർ സംസാരിച്ചിട്ടില്ല. അദ്ദേഹം സംസാരിച്ചത് ഘടകവിരുദ്ധമായിട്ടാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ഇത് ഒത്തുതീർന്നത് എന്നും അമേരിക്കൻ പ്രസിഡന്റ് സമാധാന നോബൽ സമ്മാനത്തിന് അർഹനാണ് എന്നുമുള്ള അമേരിക്കയിൽ ചെന്ന് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അസിം മുനീർ എൻഡോഴ്സ്മെന്റ് കൊടുക്കുകയാണ്. ഒന്നല്ല, 2 പ്രാവശ്യം കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ. അതുകൊണ്ട് പാകിസ്ഥാനിൽ ഒരു വ്യക്തത ഇല്ലാത്തൊരവസ്ഥ. ഇപ്പോൾ സത്യം പറയുന്നത് ഒരു പക്ഷേ ഇഷാഖ് ദർ ആയിരിക്കാം. അതാണ് ഒരു ഡെവലപ്മെന്റ്. അതുകൊണ്ട് ഇന്ത്യ എക്കാലത്തും പുലർത്തിയിരുന്ന തികച്ചും ഉഭയകക്ഷി ബന്ധത്തിൽ അടിസ്ഥാനമാക്കി, അതായത് DGMO, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും തമ്മിൽ സംസാരിച്ച് ഒരു 100 മണിക്കൂർ നീണ്ടുനിന്ന യുദ്ധം, 4 ദിവസം നീണ്ടുനിന്ന യുദ്ധം അവസാനിച്ചു. മെയ് മാസം 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ആ 4 ദിവസത്തിനുള്ളിൽ ആ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിഞ്ഞത് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥത കൊണ്ടല്ല എന്ന ഇന്ത്യയുടെ നിലപാട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും. അത് ഇന്ത്യക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, കുറച്ച് സന്തോഷവും കുറച്ച് ഞെട്ടലും കുറച്ച് ആശങ്കകളും കുറച്ച് അഭിമാനവും എല്ലാം ഉള്ള ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ്. അത് ഇല്യാസ് കാശ്മീരിയുടെ, അതായത് മുഹമ്മദ് ഇല്യാസ് കാശ്മീരി, അത് ജയ്ഷെ മുഹമ്മദിന്റെ കമാൻഡറാണ്. അദ്ദേഹം ജയ്ഷെ മുഹമ്മദിന് ഉഗ്രമായ ഒരു ഇന്ത്യ വിരുദ്ധതയുടെ ഒരു വലിയ മുഖം കൂടിയാണ് ഇല്യാസ് കാശ്മീരി. ഇല്യാസ് കാശ്മീരി തുറന്നു പറയുന്നു, അദ്ദേഹത്തിന്റെ തന്നെ നേതാവ് മൗലാന മസൂദ് അസർ, മസൂദ് അസർ ആണല്ലോ കാന്തഹാർ വിമാനറാഞ്ചലിന്റെ ഈ സഹസ്രാബ്ദം പിറന്നു വീഴുന്നത് തന്നെ കാന്തഹാറിൽ നിന്നും, നേപ്പാളിലെ ത്രിഭുവൻ എയർപോർട്ടിൽ നിന്നും ഒരു എയർ ഇന്ത്യ വിമാനം കാന്തഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയി ബന്ദികളെ മോചിപ്പിച്ച ഒരു വിമാനയാത്രക്കാരെ വെച്ച് വിലപേശി ഇന്ത്യൻ ജയിലുകളിൽ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ തീവ്രവാദികളെ മോചിപ്പിച്ചു. അതിലൊരുവനാണല്ലോ മൗലാന മസൂദ് അസർ. അദ്ദേഹം തുടങ്ങിയ സംഘടനയാണല്ലോ ജയ്ഷ് മുഹമ്മദ്. ജയ്ഷ് മുഹമ്മദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ബഹാവൽപൂരിൽ ബോംബിങ്ങിനിരയായി. മെയ് മാസം 7-ാം തീയതി അവിടെ പിടഞ്ഞു മരിച്ചത് 14 ജീവനുകളാണ്. ആ 14 ജീവനുകളിൽ 10 പേരെങ്കിലും ഇദ്ദേഹത്തിന്റെ മൗലാന മസൂദ് അസറിന്റെ ഭാര്യ വീട്ടുകാർ, ഭാര്യ സഹോദരൻ ഒരു പ്രശസ്തനായ ആളാണ്, കുപ്രസിദ്ധനായ ആളാണ്, മുഹമ്മദ് യൂസഫ്. അദ്ദേഹവും കൂടി ചേർന്നാണ് വിമാന റാഞ്ചൽ, നേരത്തെ സൂചിപ്പിച്ച വിമാന റാഞ്ചൽ ആസൂത്രണം ചെയ്ത് അദ്ദേഹം ഉൾപ്പെടെ വധിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ 10 പേരാണ് വധിക്കപ്പെട്ടിരിക്കുന്നത്, കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ശരീരങ്ങൾ ചിതറുന്നതിന്റെ കൃത്യമായിരുന്നു, ഇന്ത്യയുടെ ആസൂത്രണം കൃത്യമായിരുന്നു എന്നും ഇന്ത്യയുടെ പ്രഹരശേഷി കൃത്യമായിരുന്നു എന്നും മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ അവരുടെ ശരീരം ചിതറിത്തെറിച്ചു എന്ന വിവരവും, ഇത് കെട്ടുകഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ് എന്നതിന്റെ സ്ഥിരീകരണം. അതായത് ഇന്ത്യ സ്ട്രക്ക് അറ്റ് ദി റൈറ്റ് വേ, അറ്റ് ദ റൈറ്റ് പ്ലേസ്, അറ്റ് ദ റൈറ്റ് ടൈം. അതുകൊണ്ട് ഹിറ്റിംഗ് ദ ബുൾസ് ഐ എന്ന് പറയുന്ന കാര്യം ഇത് ഇന്ത്യയുടെ ക്ലെയിം ആയിരുന്നു ഇതുവരെ. അതിന്റെ സ്ഥിരീകരണമാണ്. അത് മാത്രമല്ല, പാകിസ്ഥാൻ വെറും ക്ലെയിം മാത്രമല്ല, അത്
പാകിസ്ഥാന്റെ സൈനിക നേതാക്കൾ ഉൾപ്പെടെ, രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ഈ ആളുകളുടെ, മസൂദ് അസറിന്റെ ബന്ധുക്കളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളൊക്കെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളതുമാണ്. പബ്ലിക് ഡൊമൈനിലുള്ള കാര്യങ്ങളാണ്, ഒന്ന് രഹസ്യമല്ല. പക്ഷേ കൃത്യമായി മരിച്ച ആളുകളുടെ എണ്ണം, അവര് മസൂദ് അസറുമായിട്ട് ബന്ധമൊക്കെ സ്ഥിരീകരിച്ചിരിക്കുന്നു. അപ്പൊ പാക് ടെറർ നെറ്റ്വർക്കിന്റെ കൃത്യമായ, അത് കൊളാറ്ററൽ ഡാമേജുകളല്ല, കറക്റ്റായ കേന്ദ്രങ്ങളിൽ തന്നെയാണ് ആക്രമണം നടത്തിയതിന്റെ സ്ഥിരീകരണം ഇല്യാസ് കാശ്മീരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. ഭാരതത്തിന് അത് തീർച്ചയായും അഭിമാനം നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷെ മൂന്നാമത്തെ ഒരു സംഭവവികാസം ഞെട്ടലും ഉത്കണ്ഠയും വലിയ പ്രതിഷേധവും ഒക്കെ ഭാരതത്തിനുള്ള ഒരു കാര്യമാണ്. ഏത് കാര്യമാണോ ഭാരതം അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചത്, അതൊരിക്കൽ കൂടി പൊട്ടിമുളച്ച് വരികയാണ്. പറയുന്നത് ലഷ്കർ ഇ തൊയ്ബയുടെ ആസ്ഥാനം, മൊറിട്ഖയിലെ ആസ്ഥാനം, അത് മാർക്കസ് തൈബ എന്ന ലഷ്കർ ആസ്ഥാനം തകർത്തിരുന്നു ഭാരതം. ഇവിടെയുള്ള 3 പ്രധാന കെട്ടിട സമുച്ചയങ്ങൾ, അത് റെഡ് കോംപ്ലക്സ് ആണ് ഒന്ന്. മൊറിട്ഖയുടെ റെഡ് കോംപ്ലക്സിൽ, മൊറിട്ഖയിലെ ലഷ്കറിന്റെ റെഡ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ആയുധ സംഭരണശാലയാണ്. അത് തകർത്തു ഭാരതത്തിന്റെ അതിർത്തി കടക്കാതെയുള്ള മിസൈൽ ആക്രമണം, എറിയൽ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നു. അത് സ്ഥിരീകരണമുള്ള കാര്യവുമാണ്. രണ്ടാമത്തേത് ട്രെയിനിങ് സെന്റർ, യെല്ലോ കോംപ്ലക്സ് എന്ന് പറയുന്ന ട്രെയിനിങ് സെന്റർ, അതും ഈ ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ 7-ാം തീയതി, മെയ് മാസം 7-ാം തീയതി അവിടെയും തകർന്നു. മൂന്നാമത്തേത് റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആൻഡ് ഓൾസോ ദി ട്രെയിനിങ് ക്ലാസസ്, 1000-ഓളം വിദ്യാർത്ഥികൾക്ക് പങ്കെടുത്ത് പഠിക്കാവുന്ന ഇടമാണ്. അത് ഭാഗികമായി ആ പഠനശാലകൾ, അതൊരു കളരി പോലെയാണ്. ഒരുപക്ഷെ ഈ സംഘചരിത്രത്തിലൊക്കെ പറയുന്ന ശാലകൾ പാഠശാലകളാണ്. അവിടെയാണ് പല പല അഭ്യാസങ്ങളും കായികവും മാനസികവുമായ എല്ലാ മെയ്വഴക്കവും ലഭിക്കാനുള്ള ഇടങ്ങളാണ്. ഈ ഇടം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഉണ്ടായ ഡാമേജ് പരിഹരിക്കാനാവില്ല എന്നാണ് ഭാരതം വിചാരിച്ചിരുന്നത്. പക്ഷേ പാകിസ്ഥാൻ ഫണ്ടിങ്ങോടുകൂടി അതിന്റെ പുനർനിർമ്മാണം ഓഗസ്റ്റ് മാസം ആരംഭിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് മാസം ആദ്യം പുനർനിർമ്മാണം ആരംഭിച്ചു. സെപ്റ്റംബർ മാസം 7-ാം തീയതി, ഈ മാസം 7-ാം തീയതി അത് ശിലാസ്ഥാപനം, കംപ്ലീറ്റ് ഡിമോളിഷന് ശേഷം അവിടെ എല്ലാം തന്നെ അവർ ഓഗസ്റ്റ് മാസം മുഴുവൻ തന്നെ ഈ ഡെബ്രി അവശിഷ്ടങ്ങൾ, കെട്ടിട അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു ചുമതലയായിരുന്നു. അത് ഭാരതം അത് കണ്ടു. ഭാരതത്തിന്റെ ചാരക്കണ്ണുകൾ അത് കണ്ടു. അതിൽ സംശയമൊന്നും തോന്നിയില്ല. കാരണം ഡെബ്രി നീക്കം ചെയ്യുകയാണ്. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് പ്രതികരിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ സെപ്റ്റംബർ 7-ാം തീയതി വീണ്ടും അതേ ഇടത്ത് നിർമ്മാണം തുടങ്ങിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോഴിതാ ഇന്ത്യയുടെ ഒരു രഹസ്യാന്വേഷണ ഡോസിയർ പബ്ലിക് ഡൊമൈനിലേക്ക് വരികയാണ്. CNN നെറ്റ്വർക്ക് ആണത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്ലോബൽ CNN നെറ്റ്വർക്ക്, ന്യൂസ് 18 അത് പുറത്തു കൊണ്ടുവന്ന ആ ഒരു വിവരമനുസരിച്ച് 4 കോടി പാകിസ്ഥാൻ രൂപ, അതായത് 1.5 കോടി ഇന്ത്യൻ രൂപ വരും. അത് ചെറിയൊരു എമൗണ്ട് ആണ്. അത് സീഡ് മണിയായി പാകിസ്ഥാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുവദിച്ചിരിക്കുകയാണ് അതിന്റെ റീകൺസ്ട്രക്ഷൻ വേണ്ടി. അതുകൊണ്ട് പാക് സ്റ്റേറ്റ് ഹാസ് ടേക്കൺ ഓവർ ദാറ്റ് റെസ്പോൺസിബിലിറ്റി ടു റീബിൽഡ്. നേരിട്ടല്ല, ഒരു സീഡ് മണി കൊടുക്കുകയാണ്. ബാക്കി ഫണ്ടിങ്ങിലൂടെ. അതെങ്ങനെയാണ് ഫണ്ടിങ്? ദുരിതാശ്വാസ ഫണ്ടിങ്ങിലൂടെയാണ് മുൻകാലങ്ങളിൽ ലഷ്കർ ഇ തൊയ്ബയും ജയ്ഷെ മുഹമ്മദും എല്ലാം പണം സ്വീകരിച്ചിരുന്നത്. കാരണം പാകിസ്ഥാനിൽ ഇടയ്ക്ക് ഭൂകമ്പം ഉണ്ടാകും, വെള്ളപ്പൊക്കം ഉണ്ടാകും, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും. അപ്പോഴെല്ലാം വൻതോതിൽ ജനങ്ങളുടെ ഇടയിൽ നിന്നും പണം പിരിക്കും. ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഫ്രോണ്ടൽ ഏജൻസിയാണ് ജമാഅത്ത് ദുവയുടെ ഫണ്ട് ശേഖരണം വൻതോതിലുണ്ട്. മുൻകാലങ്ങളിലെ 80% ഫണ്ടും അവർ വക മാറ്റി ആയുധ സംഭരണത്തിനും വേണ്ടിയും ട്രെയിനിങ് ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയുമാണ് ചെലവഴിച്ചിരുന്നത്. ഇപ്രാവശ്യവും വൻതോതിലാണ് ഈ തുക ചെലവഴിക്കുന്നത്. കേവലം 15 കോടി മാത്രമാണ് നിർമ്മാണ ചെലവായി ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും 15 കോടി പാകിസ്ഥാൻ രൂപ എന്ന് പറയുന്നത് 4 കോടി ഇന്ത്യൻ രൂപയുടെ തുല്യമാണ്. അതൊന്നും വലിയ എമൗണ്ട് ഒന്നുമല്ല. പക്ഷേ അത് പുകമറ മാത്രമാണ്. വൻ ചെലവിൽ, വൻ ക്രൗഡ് ഫണ്ടിങ്ങിൽ ലഷ്കർ ഇ തൊയ്ബ ആ കെട്ടിട സമുച്ചയം പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നത് വലിയ ഒരു ത്രെട്ടാണ്. അങ്ങനെയെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചിട്ടേ ഉള്ളൂ. അതാണ് ഇന്ത്യയുടെ നിലപാട്. അത് തുടരുന്ന ഒരു പ്രക്രിയയാണ്. അത് മെയ് മാസം 10-ാം തീയതി താൽക്കാലികമായി ഈ സൈനിക മേധാവികൾ തമ്മിലുള്ള ചർച്ചയെ തുടർന്നുകൊണ്ട് നിർത്തിവെച്ചു. വീണ്ടും
തീവ്രവാദ കേന്ദ്രങ്ങൾ പാകിസ്ഥാനിൽ തലപൊക്കുന്നു എങ്കിൽ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് നിലപാടനുസരിച്ച് വീണ്ടും ആക്രമണം ഉണ്ടാകുമോ? അതിർത്തി കടന്നു തന്നെ ആക്രമണം ഉണ്ടാകുമോ? അതോ ഇനി ഒരു ആക്രമണം പാകിസ്ഥാനിൽ നിന്നും അതിർത്തി കടന്നു വന്ന ഒരു പഹൽഗാം മാതിരിയുള്ള, പുൽവാമ മാതിരിയുള്ള ആക്രമണം ഉണ്ടായെങ്കിൽ മാത്രമേ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കാൻ ഇന്ത്യ ഒരുങ്ങുകയുള്ളൂ എന്നതിൽ മാത്രമാണ് സംശയം. പക്ഷേ ആ ഡിക്ലെയർഡ് പോളിസി നിലനിൽക്കുന്നു. അങ്ങനെ 3 കാര്യങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നും വരുന്ന 3 വാർത്തകൾ, 2 ശുഭോദർക്കമായ വാർത്തകളും 1 അസ്വസ്ഥതയുണ്ടാകുന്ന വാർത്തയുമാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണ വിജയമാണ് എന്ന് ഗവൺമെന്റ് ക്ലെയിം ചെയ്യുമ്പോഴും പ്രതിപക്ഷം അടങ്ങിയിരിക്കുമോ? ഈ വിവരം കൂടുതലായി ഇന്ത്യയിൽ ഡിബേറ്റ് ചെയ്യുമ്പോൾ പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകൾ വീണ്ടും ഒരുങ്ങുന്നു, പാകിസ്ഥാൻ അടങ്ങാൻ തയ്യാറല്ല, പാകിസ്ഥാൻ വൻതോതിൽ ഭീകരരെ ഫണ്ട് ചെയ്യുന്നു, ഈ വിവരം വീണ്ടും ഇന്ത്യയിൽ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമോ? ഇന്ത്യൻ നയതന്ത്രജ്ഞരെയും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതാക്കളെ, പാർലമെന്റ് അംഗങ്ങളെ ഉൾപ്പെടെ, ശശി തരൂരിനെ ഉൾപ്പെടെ അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ലോകത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കും വിട്ടു നടത്തിയ നയതന്ത്രം പരാജയപ്പെട്ടു എന്നാണോ ഇത് സൂചിപ്പിക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ ഉയരാൻ പോവുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ റിമെയിൻസ് അറ്റ് ദി എപ്പി സെന്റർ ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ കേന്ദ്രമായി പാകിസ്ഥാൻ വീണ്ടും നിൽക്കുകയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ വിരോധത്തിൽ മാത്രം അധിഷ്ഠിതമായി ഒരു ഇന്ത്യയുടെ വിദേശ നയം രൂപീകരിക്കാനാവില്ല, മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. പാക് വിരുദ്ധതയിൽ നിന്നും നേട്ടം കൊയ്യാം എന്നത് ഒരുപക്ഷെ താൽക്കാലികം മാത്രമാണ്. ആത്യന്തികമായി പാകിസ്ഥാനിൽ നിന്നുള്ള ത്രെട്ട് ഡിപ്ലോമാറ്റിക്കലി, മിലിറ്ററിലി ആൻഡ് പൊളിറ്റിക്കലി അവസാനിപ്പിക്കാൻ ഭാരതത്തിന് കഴിയുമോ? അന്താരാഷ്ട്ര സമൂഹം, അമേരിക്ക ഉൾപ്പെടെ മാറി ചിന്തിക്കുന്നു. എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നതിൽ സന്ദേഹം നിലനിൽക്കുന്നു.